എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തേങ്ങാ ചട്നിയാണ്. ഈ ഒരു ചമ്മന്തി ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഇഡ്ഡലിയോ ദോശയോ എന്തുണ്ടാക്കിയാലും ഒരു തരി പോലും ബാക്കി വെക്കാതെ തന്നെ കഴിച്ചു തീർക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ വെള്ളച്ചമ്മന്തി ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പവുമാണ്. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള തേങ്ങാ ചട്നി വീടുകൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് തേങ്ങാ ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ അരമുറി നാളികേരം തിരുമെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതുപോലൊരു കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യമായ പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇന്നിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പച്ചമുളകിന് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു 10 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് എരിവുള്ളതാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ജാറിലേക്ക് നാളികേരം മാറ്റിയിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഒരു 3 ചേരുവകൾ കൂടെ ചേർക്കണം. ആ ഒരു ചേരുവകൾ ചേർക്കുമ്പോഴാണ് നമ്മുടെ ചമ്മന്തിക്ക് അപാര രുചി ഉണ്ടാകുന്നത്. ആദ്യം വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. എടുക്കുമ്പോൾ നിങ്ങൾ കല്ലുപ്പ് ഉപയോഗിക്കുക കേട്ടോ. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല ചേർക്കണം. ഇത് നമുക്ക് വേണ്ടത് യാഷൂസ് ആണ്. ഇതൊരു 15 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. യാഷൂ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല കൊഴുപ്പായിരിക്കും കേട്ടോ നമ്മുടെ ചമ്മന്തിക്ക്. ഇനി നമുക്കിതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിക്കാതെ തന്നെ ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നാളികേരം ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് ചേർക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മൺചട്ടിയിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ചട്നി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സി ജാർ കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നിങ്ങളുടെ ചട്നിയുടെ കട്ടിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, നല്ല കട്ടിയായിട്ടുള്ള ചട്നിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചട്നി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇതിലേക്ക് പുളിയെല്ലാം ചേർക്കാൻ താല്പര്യമാണെങ്കിൽ പുളി ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോ ചട്നിക്ക് പുളി ചേർക്കുന്നില്ല, കാരണം ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പുളി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ചട്നിയിലും കൂടെ പുളി ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള പുളിയായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. ചില ആൾക്കാർക്ക് പുളി കഴിക്കുന്നത് ഇഷ്ടമാണ്, ചില ആളുകൾക്ക് പുളി കഴിക്കാൻ താല്പര്യമില്ല കേട്ടോ. അപ്പം എനിക്കും പുളിപ്പുള്ളത് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പുളിയൊന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ ഇതിലേക്ക് താളിപ്പ് ചേർക്കുന്നുണ്ട്. ആ താളിപ്പൊക്കെ ചേർത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയായി വരും. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം. ആ സമയത്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ പിന്നെ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഉഴുന്നപ്പരിപ്പൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉഴുന്ന് കടലപ്പരിപ്പൊന്നും തന്നെ ചേർക്കുന്നില്ല. ഉള്ളി മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലേക്ക് ചേർക്കാം. വറ്റൽമുളക് കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ താളിപ്പ് ചട്നിയിലേക്ക് ചേർക്കാം. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂടി കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ താളിപ്പിന്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോഴേക്കും നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കട്ട തേങ്ങ ചട്നി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചട്നിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.